എറണാകുളത്ത് അർജുൻ ഞാൻ തിരിച്ചു വരാം. എറണാകുളത്ത് പിറവത്ത് UDF സ്ഥാനാർത്ഥി മരിച്ചു. പമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS ബാബുവാണ് മരിച്ചത്. വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. സജോ ദേവസ്യ, വോട്ടെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്നപ്പോഴാണ് ആ ദുഃഖവാർത്ത വന്നത്. ഇവിടെ അന്ന് ഈ വാർഡിൽ മാത്രം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നില്ല അല്ലേ? ഡോക്ടർ അരുൺകുമാർ, അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് എറണാകുളം പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS ബാബു അന്തരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അക്കാര്യത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കൂടി വന്നിട്ടുണ്ട്. ആ വാർഡിൽ മാത്രം ത്രിതല പഞ്ചായത്ത് വോട്ടെടുപ്പ് നടക്കുമല്ലോ. അപ്പോൾ മറ്റ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. അതേസമയം ഈ വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാത്രം, അതായത് വോട്ടെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുന്നെയാണ് സ്ഥാനാർത്ഥിയുടെ വിയോഗമുണ്ടായത് എന്നുള്ളതുകൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സജീവമായി തന്നെ പൊതുരംഗത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ ദീർഘകാലമായി സജീവമായി രംഗത്തുള്ള ആൾ കൂടിയാണ്. അദ്ദേഹം ഒരു ഡയബറ്റിക് പേഷ്യന്റ് കൂടിയാണ്. അപ്രതീക്ഷിതമായാണ് ഇങ്ങനൊരു വിയോഗം സംഭവിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷനിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലുമൊക്കെ സജീവമായി രംഗത്തുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ന് നടക്കുമ്പോൾ, വോട്ടെടുപ്പ് പ്രക്രിയ ഇന്ന് നടക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ അപ്രതീക്ഷിത വിയോഗം ഉണ്ടാകുന്നത്. സജോ, ഇപ്പോൾ നിൽക്കുന്ന പോളിംഗ് ബൂത്തിലും പ്രൈമറി വോട്ടർമാരാണ് കൂടുതലും വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ വന്ന് നിൽക്കുന്നത് അല്ലേ? പുറകിലൊരു ക്യൂ കാണാമല്ലോ. വലിയൊരു ക്യൂ ഉണ്ടോ അതോ ചെറിയൊരു ക്യൂ ആണോ? ഡോക്ടർ അരുൺകുമാർ, ഇത് കൊച്ചി കോർപ്പറേഷന്റെ നോർത്ത് ഡിവിഷനാണ്, 15ാം ഡിവിഷനാണ്, നഗരമേഖലയാണ്. അതായത് മാർക്കറ്റിലെ സെന്റ് മേരീസ് സ്കൂളാണ്. അത്യാവശ്യം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു നമ്പറാണെന്ന് പറയാം. അതായത് ഓരോ ബൂത്തിലും ഒരു 750 വോട്ടർമാർ എന്നതൊക്കെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു 5000 ഒരു 4000 വോട്ടൊക്കെ പോൾ ചെയ്യപ്പെടും എന്ന നിലയ്ക്ക് കണക്കാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ മെച്ചപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഉറപ്പായും പറയാൻ കഴിയും. ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് കാര്യമായി എത്തുന്നുണ്ട്. അതായത് നഗരത്തിലെ വോട്ടർമാരാണ്. രാവിലെ തന്നെ വോട്ട് ചെയ്തേക്കാം. അതെ, ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിരിക്കുക എന്തെങ്കിലും ചെയ്യാലോ. രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോവാ, ആ ഉദ്ദേശമാണ്. അതെ, രാവിലെ ആകുമ്പോൾ അതിന് തിരക്കുണ്ടാവില്ലല്ലോ. പ്രക്രിയയിൽ അങ്ങ് സജീവമായ പങ്കാളികളാകാം. ഈ നഗരമേഖലയിൽ പോളിംഗ് കുറവാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് ശരിയല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ കാര്യമായി തന്നെ വോട്ടർമാരുടെ സാന്നിധ്യമുണ്ട്. അതായത് ഇവിടുത്തെ ദൃശ്യങ്ങൾ അകത്തേക്ക് കൂടി നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ ഭക്ഷ്യമന്ത്രി